നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ വർക്ക് എനർജി പവർ എന്ന ടോപ്പിക്കാണ്. വർക്ക് എനർജി പവർ ആൻഡ് കോളിഷൻ. ശരിക്കും ഇതിനകത്ത് വർക്ക് എനർജി പവർ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ പലയിടത്തും നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നു. അതിനുശേഷം നമ്മൾ കൊളിഷനാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഓരോരോ ടോപ്പിക്കലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് എന്താണ്, എനർജി എന്താണ്, പവർ എന്താണ്, ദെൻ കൊളിഷൻ എന്താണ്. ശരിക്കും വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് നമ്മൾ വർക്കിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ആക്ച്വലി നമ്മൾ ചിന്തിച്ചു നോക്കുക, വർക്ക് ഡൺ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടായാൽ വർക്ക് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫോഴ്സ് ഉണ്ടാകാം, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാകാം, പക്ഷെ അവിടെ വർക്ക് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നമ്മൾ വർക്കിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ചെറുതായിട്ട് മാറ്റി പഠിക്കണം. ഇവിടെ പറയുന്നത് ശരിക്കും വാട്ട് ഈസ് വർക്ക് ഡൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഒന്നുകിൽ ഫോഴ്സ് ഇൻറ്റു ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളൊരു പ്ലെയിൻ സർഫസ് നമ്മൾ എടുത്തു. ഇവിടെ ഞാനൊരു ബോഡിയെ വെച്ചു. ഈ ബോഡിയെ ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു ബൈ എ ഫോഴ്സ് എഫ്. നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമുണ്ട്. സപ്പോസ് ദിസ് ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് എസ്. ഹിയർ ദ വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. കുഴപ്പമൊന്നും. എന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ബോഡിയെ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ വലിക്കുകയാണെന്ന് കരുതുക. ഒരു കയറിട്ട് നമ്മൾ വലിക്കുന്നു. നമ്മൾ ഈ ഫോഴ്സ് കൊടുത്ത് വലിക്കുന്ന സമയത്ത് ഈ ബോഡി ഒരിക്കലും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ല. ഈ ബോഡി മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഗ്രൗണ്ടിലൂടെ മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നു. ഇവൻ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എസ് ആണെന്ന് കരുതുക. ഇവിടെ ഈ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ദെൻ ഈ ഫോഴ്സിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് കോസ് തീറ്റ, ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ. ഇവിടെ ബോഡി മൂവ് ചെയ്തത് എഫിന്റെ ഡയറക്ഷൻ അല്ല. ബോഡി മൂവ് ചെയ്തത് എഫ് കോസ് തീറ്റയുടെ ഡയറക്ഷനാണ് ബോഡി മൂവ് ചെയ്തത്. എഫ് സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ബോഡി ഒട്ടും മൂവ് ചെയ്തത്. അതിന്റെ അർത്ഥം ഈ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഒരു വർക്കും ചെയ്യുന്നില്ല. ഹിയർ വർക്ക് ഡൺ ഈസ് ഓൺലി ഡൺ ബൈ F cos theta. Therefore, displacement in the direction of force. Therefore, work done W is equal to F cos theta into S, or it is equal to F dot S. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ചില കേസുകളിൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഒരിക്കലും ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു കളഞ്ഞേക്കരുത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഓർ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ്? ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ജൂൾ. ഇൻ SI സിസ്റ്റം യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു ജൂൾ, ആൻഡ് ഇൻ CG സിസ്റ്റം യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു എർഗ്. ഒരു എർഗ് എത്ര ജൂളാണെന്ന് അറിയാമല്ലോ. 1 എർഗ് ഈസ് ഈക്വൽ ടു 10⁻⁻⁷ ജൂൾ. അതും കൂടി പഠിച്ചു വയ്ക്കാം. 1 എർഗ് ഈസ് ഈക്വൽ ടു 10⁻⁷ ജൂൾസ്. അപ്പൊ എന്തായാലും വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ളത് ജനറൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അല്ലാതെ ഒരിക്കലും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ദിസ് വർക്ക് ഡൺ മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. വർക്ക് ഡൺ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോയും ആകാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ വർക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധം. വർക്ക് ഡൺ സീറോയും ആകാം. അതെപ്പോൾ ഏതൊക്കെ കേസ്? നമ്മൾ ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് by the application of a force, if the body is displaced in the direction of force, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ്. എന്നാൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയും ബോഡി ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ബോഡി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0.
ഇത് ജനറലി നമ്മൾ പറയുന്നതാണ്. ഇഫ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ദെൻ ദ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. The body is moving in the opposite direction of displacement force, then the work done is equal to negative. അപ്പോൾ എനിക്ക് സാർ ഇതിനൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ഗ്രൗണ്ടിൽ ഒരു ബോഡി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുകയാണ്. ബോഡി അങ്ങോട്ടേക്ക് മൂവും, പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ നിന്ന് ബോഡി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇവിടെ എത്തിയെന്ന്, അപ്പോൾ ബോഡി മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എസ് റൈറ്റിലേക്കാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഈസ് നെഗറ്റീവ്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്, ബോഡി മൂവ് ചെയ്ത് റൈറ്റിലേക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു ബോഡിയെ മുകളിലേക്ക് നമ്മൾ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്, പക്ഷെ എം ജി ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. Here also work done by the external force is positive and work done by the gravity is negative. കാരണം എം ജി താഴേക്ക്, ബോഡി മൂവ് ചെയ്യുന്ന മുകളിലേക്ക്. ഇനി വർക്ക് ഡൺ സീറോ ആകുന്നത് എപ്പോഴാണ് സാർ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഗ്രൗണ്ടിൽ നിൽക്കുന്നു, നിന്നതിന് ശേഷം എൻ്റെ തലയിൽ ഒരു ചാക്ക് അരിയും എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റും വെച്ചിട്ട് ഞാൻ ദാ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്, ബോഡി മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. ഹിയർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സീറോ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്, സീറോ വർക്ക് ഡൺ എക്സാമ്പിൾ ആണ് യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷന്റെ കേസിൽ ഫോഴ്സ് ഈസ് ആൾവേസ് ആക്ടിങ് ടുവേഴ്സ് ദ സെന്റർ. ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കാണ്. ഹിയർ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ആൾവേസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്ക്, ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. ഇവിടെ എത്തുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ആൾവേസ് mutually perpendicular, therefore work done in uniform circular motion is zero. യൂണിഫോം സർക്കുലാർ മോഷൻ അത് വർക്ക് ഡൺ സീറോ ആണ്. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഇത് ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷൻ വെച്ചുകൊണ്ട് പറയാം. നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ W is equal to F into S cos theta ആണല്ലോ. If theta is in between 0 and 90, then the work done is positive. If theta is equal to 90, then the work done 0. If theta is in between 90 and 180, then the work done is negative. എന്തുകൊണ്ട്? cos 0 മുതൽ 90 വരെ cos തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. cos 90 cos തീറ്റ 0 ആണ്. cos 90 മുതൽ 180 വരെ cos തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഈ വരുന്ന cos തീറ്റയുടെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ ആയാൽ മതി. അപ്പൊ തീറ്റയുടെ വാല്യൂ 0 മുതൽ 90 വരെ പോസിറ്റീവ് ആണ്. 90ൽ cos theta value 0 ആണ്. 90 to 180 cos theta value negative ആണ്. Therefore theta, the angle between force and displacement is in between 0 and 90, then the work done is positive. If the theta is equal to 90, then the work done is 0. If theta is greater than 90 and less than 180, then the work done is negative. അങ്ങനെ നമുക്ക് പറയാം. ഇതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ എന്തായാലും വർക്ക് ഡൺ W is equal to force into displacement in the direction of force. Therefore work done W is equal to F into S cos theta, or it is equal to F dot S. ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു സ്കലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് ഡൺ സ്കലാർ ആണ്. അതിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകിൽ CGS-ൽ എർഗ്, SI-ലാണെങ്കിൽ ജൂൾ. ആൻഡ് 1 എർഗ് ഈസ് ഈക്വൽ ടു 10⁻⁻⁷ ജൂൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ഒന്ന് പഠിച്ചു വയ്ക്കുക. വർക്ക് ഡൺ. ഇനി നമ്മൾ പറയുന്നത് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക, പലയിടത്തും നമുക്ക് അപ്ലിക്കേഷൻ വരും. ഒരു ബോഡിയിൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ബോഡി മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യും. കാരണം ഫോഴ്സ് എഫ് റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആൻഡ് ബോഡി ഡിസ്പ്ലേസസ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്ക് ബോഡി മൂവ് ചെയ്തു. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എസ്. Then the work done W is equal to force into displacement. That is, it is equal to, this is equal to area under the graph. ഈ ഗ്രാഫിന്റെ കീഴിലുള്ള ഏരിയ ആണ്. ഈ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ എഫ് ഇൻറ്റു എസ്. ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ, അപ്പൊ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ അത് നോക്കിയിരുന്നാൽ മതി. പക്ഷേ ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണ്. ഫോഴ്സ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. കാരണം ഇവിടെ ഫോഴ്സ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഇവിടെ ഫോഴ്സ് ഇതായി ഇവിടെ നിന്ന് കൂടി കൂടി ഇവിടം വരെ വരും. ബോഡി ഡിസ്പ്ലേസ് ചെയ്തത് എയിൽ നിന്നും ബിയിലേക്കാണെന്ന് കരുതുക. ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എസ്. ഹിയർ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ?
അപ്പോൾ ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ്, അപ്പൊ ഇവിടെയും നമ്മൾ ഓർക്കുക ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഈസ് ഈക്വൽ, ഇതിന്റെ കീഴിലുള്ള ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ വർക്ക്, പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഇൻ ദിസ് കേസ്. ഇതിന്റെ കേസിൽ ഏരിയ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് നമ്മൾ മാറ്റും. ഒരു ചെറിയൊരു സ്ട്രിപ്പിന്റെ ഏരിയ എടുക്കും. ഇൻ ദാറ്റ് സ്ട്രിപ്പ് ദ ഫോഴ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ds ആണെന്ന് കരുതുക. Then the small work done is equal to F into ds. ds എന്നോ dx എന്ന് എടുക്കുക, x എന്ന് എടുക്കുന്നതാണ് പ്രത്യേകം dx. ഇതുപോലെയുള്ള ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഏരിയകളെടുത്തെല്ലാം കൂടി സം ചെയ്യുക. സം ചെയ്യുന്നതിന് പകരമാണ് ഇന്റഗ്രേഷൻ. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ W is equal to integral F into dx from A to B. അപ്പൊ നമ്മളിവിടെ മര്യാദ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യത്തിലുണ്ട്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സ് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോഴ്സ് വേരി ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യുന്നു, ഫോഴ്സും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഒബ്റ്റൈൻഡ് ഓൺലി ബൈ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ നടത്തി മാത്രമേ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റൂ. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വിഷയമല്ല. ഏത് ഫോഴ്സിന്റെയും ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം? വർക്ക് ഡൺ. അതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇത് പോസിറ്റീവ് വർക്കും ഇത് നെഗറ്റീവ് വർക്കും ആണെന്ന് അറിയാം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ പോസിറ്റീവ് വർക്ക് മൈനസ് നെഗറ്റീവ് വർക്ക്. മുകളിലത്തെ ഏരിയ ആണെങ്കിൽ പോസിറ്റീവ് വർക്കും താഴത്തെ ഏരിയ ആണെങ്കിൽ നെഗറ്റീവ് വർക്കും. അപ്പൊ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ശരിക്കും നമുക്ക് വർക്ക് ഡണ്ണിനകത്ത് നമുക്ക് പറയാനുള്ളൂ. വർക്ക് ഡൺ W is equal to force into displacement in the direction of force. That is work done W is equal to F into S cos theta. Work done may be positive, negative or zero. If theta is in between 0 and 90, work done positive. If theta is equal to 90, work done 0. If theta is greater than 90 and less than 180, then the work done is negative. ഇത്രയും കാര്യങ്ങൾ അറിയാം. പിന്നെ നമ്മൾ പറയാം കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F into S. വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്കലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എർഗ് അല്ലെങ്കിൽ ജൂൾ ആണ്. 1 erg is equal to 10⁻⁷ ജൂൾ ആൻഡ് വർക്ക് ഡൺ ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. മറന്നുപോകും. അങ്ങനെ നമുക്ക് വർക്ക് എനർജി പവറിനകത്ത് നമ്മൾ വർക്ക് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളുടെ എനർജിയാണ്. വാട്ട് ഈസ് എനർജി? ഒന്നുമില്ല. എനർജി ഈസ് എ എബിലിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള നമ്മളുടെ കഴിവിന് പറയുന്ന പേരാണ് എനർജി. ദെയർഫോർ വർക്ക് ഡൺ ആൻഡ് എനർജി ആർ ഐഡന്റിക്കൽ. എന്ന് വെച്ചാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം വർക്കിന്റെ യൂണിറ്റ് തന്നെയാണ് എനർജിക്കും. വർക്ക് ഡൺ സ്കലാർ ആയതുകൊണ്ട് എനർജിയും സ്കലാറാണ്. അപ്പൊ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കാൾഡ് എനർജി. ഒരു വർക്ക്, ഒരു ജോലി ചെയ്യാൻ നമുക്ക് ഉള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് എനർജി. അതുകൊണ്ട് എനർജി ഈസ് ആൾസോ ഈക്വൽ ടു വർക്ക്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ ആൻഡ് എർഗ്. 1 joule is equal to 10⁻⁷, ergo 1 erg is equal to 10⁻⁻⁷ joule. This is scalar quantity. Different type of energy ഏതൊക്കെയാണ്? Different type of energy. ഒന്ന് കൈനറ്റിക് എനർജി, രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താണ് കൈനറ്റിക് എനർജി? It is of energy possessed by a body because of its motion. മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് എ എനർജി possessed by a body because of its motion. മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ദാറ്റ് ഈസ് ലീനിയർ കൈനറ്റിക് എനർജിയും ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ട്. ലീനിയർ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. നിങ്ങൾ നേരത്തെ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടാണ്. എന്താണ് ലീനിയർ കൈനറ്റിക് എനർജി? When a particle of mass m is moving with a velocity v, then the kinetic energy of that body is equal to half mv². സിമ്പിൾ, അറിയാവുന്ന കാര്യമാണ്. അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താണ്? അത് റൊട്ടേഷൻ ഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവന്റെ കൈനറ്റിക് എനർജി half i⍵². Where i is a moment of inertia and omega is a angular velocity. കറങ്ങുന്ന ബോഡിയുടെ കൈനറ്റിക് എനർജി ഇതാണ്. അപ്പൊ ദീസ് ആർ ദ ടു ഡിഫറെന്റ് ഫോം. പിന്നെ ഒരെണ്ണമുണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി. അതൊക്കെ പിന്നെ റൊട്ടേഷൻ ഡൈനാമിക്സ് പഠിച്ചാൽ മതി. നമുക്ക് ദീസ് ആർ ദ ടു ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് റോളിംഗ് കൈനറ്റിക് എനർജി ഉണ്ട്. റോളിംഗ് കൈനറ്റിക് എനർജി ഒന്ന് ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ്. ലീനിയർ കൈനറ്റിക് എനർജിയുടെയും റൊട്ടേഷൻ കൈനറ്റിക് എനർജിയുടെയും സമ്മിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ പറഞ്ഞാൽ റോളിംഗ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സാധനം.
നമുക്ക് ഇതിനകത്ത് ലീനിയർ കൈനറ്റിക് എനർജി is equal to half mv square, rotational kinetic energy is equal to half I omega square. These are the two different forms of kinetic energy. അതുപോലെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഈസ് എ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. ഇത് പല ഫോമിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, രണ്ടാമതാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് വെൻ ടു പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m1 and m2 are separated by a distance r, then their gravitational potential energy u is equal to minus g m1 m2 divided by r. അതുപോലെ രണ്ട് ചാർജുകൾ Q1 ഉം Q2 ഉം r ഡിസ്റ്റൻസ് അകലത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എനർജി u is equal to 1/4πε0 into Q1 Q2 divided by r. ഇതൊന്നും കണ്ട് ഞെട്ടിക്കളഞ്ഞേക്കരുത്. ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള സാധനങ്ങൾ, സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്, അവിടെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി u is equal to രണ്ട് മാഗ്നറ്റിക് പോളുകൾ, അവരുടെ പോൾ സ്ട്രെങ്ത് ആണ് P1 P2. അവരുടെ പൊട്ടൻഷ്യൽ എനർജി is equal to μ0 divided by 4π into P1 P2 divided by r. ആ പ്രൊപ്പോർഷൻ ഇവിടെ g, ഇവിടെ 1/4πε0, ഇവിടെ μ0/4π. ഇവിടെ മാസിന്റെ കേസിൽ ഇത് ചാർജ്, ഇത് പോൾ സ്ട്രെങ്ത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നന്നായിട്ട് പഠിക്കുക, കാരണം നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളതാണ്. ഇത് രണ്ടും അടുത്ത വർഷം പഠിക്കാനുള്ളതാണ്. ഇനി ഒരെണ്ണമുണ്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പ്രിങ് നമ്മൾ എടുക്കുന്നു, ഈ സ്പ്രിങ്ങിനെ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ, ഈ സ്പ്രിങ്ങിനെ ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഇതിവൻ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് തിരിച്ചു വരാനൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഇത് അപ്ലൈഡ് ഫോഴ്സ്. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ സ്പ്രിങ് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കും. ആ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. നമ്മൾ ഇലോങ്ങേഷൻ കൂടുന്തോറും റീസ്റ്റോറിങ് ഫോഴ്സും കൂടിക്കൊണ്ടേയിരിക്കും. വെൻ ദ ഇലോങ്ങേഷൻ ഇൻക്രീസസ്, റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ആൾസോ ഇൻക്രീസസ്. പിടിയിട്ട് കാണൂല. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ എടുക്കുക, ആ റബ്ബർ ബാൻഡ് അല്പം പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുക, തിരിച്ചെന്ന് അവിടെ അടിക്കും. ചെറിയ ഫോഴ്സേ ഉണ്ടാവും. എന്നാൽ ഇതിനെ അല്പം കൂടെ നീട്ടി വലിച്ചിട്ട് വിടുക, നമുക്ക് നന്നായിട്ട് വേദനിക്കും. കുറച്ചുകൂടെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ ഭയങ്കരമായ. അപ്പൊ നമ്മൾ ഈ റബ്ബർ ബാൻഡിനെ കൂടുതൽ 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 ഇലോങ്ങേറ്റ് ചെയ്തോറും തിരിച്ചു ചെന്ന് അടിക്കുന്ന ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ആ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇൻക്രീസസ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ആൾസോ ഇൻക്രീസസ്. പക്ഷേ എക്സ്റ്റൻഷൻ കൂടുന്നത് അങ്ങോട്ടേക്കാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതുകൊണ്ട് നമ്മൾ പറയും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x. Restoring force is directly proportional to -x. That means as elongation increases, restoring force is also increases, but in the opposite direction. അപ്പോൾ നമ്മൾ എഴുതും F is equal to some constant into x. ആ കോൺസ്റ്റന്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. That constant is called spring constant. ഇത് പഠിച്ചു വയ്ക്കണം. ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ F is equal to -kx, where k is called restoring force. അപ്പൊ ഇവിടെ ഇലോങ്ങേഷൻ കൂടുന്തോറും ഫോഴ്സ് കൂടും, ഇലോങ്ങേഷൻ കൂടുന്തോറും ഫോഴ്സ് കൂടും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ആ വർക്ക് ഡൺ ടു ഇലോങ്ങേറ്റ് ദി സ്പ്രിങ്. ഈ സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടുന്ന വർക്ക് ഡൺ എത്ര എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇലോങ്ങേറ്റ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു എന്ന് കരുതുക. എക്സ് ഡിസ്റ്റൻസ് ഞാൻ ഇലോങ്ങേറ്റ് ചെയ്തു. അപ്പോൾ ഈ എക്സ് ഡിസ്റ്റൻസ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് എന്തായിരിക്കണം? പെട്ടെന്ന് നമ്മൾ പറയുന്നത് വർക്ക് ഡൺ W is equal to force into elongation, that is equal to KXI into XA, that is equal to KX square. ഇത് തെറ്റാണ്, അത് തെറ്റാണ്. KX square അല്ല. അതെന്താ സാറേ തെറ്റിയത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതെ, പക്ഷേ
ഇവിടെ ഫോഴ്സ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. കണ്ട, എക്സ് 0 ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഫോഴ്സ് ഇല്ല. എക്സ് അല്പമാകുമ്പോൾ ഫോഴ്സ് ഇച്ചിരി കൂടി, ഇവിടെ വരുമ്പോൾ ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, ഇലോങ്ങേഷനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് വിഷയമല്ല, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എടുത്താൽ മതി. പക്ഷെ ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫൈനൽ റിസൾട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഹിയർ ദ വർക്ക് ഡൺ W is equal, ഇത് പഠിച്ചു വയ്ക്കുക. ആൻഡ് ഹിയർ ദ വർക്ക് ഡൺ W is equal to half kx². അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വെച്ച് നമുക്ക് ഇലോങ്ങേഷൻ ഇല്ലാത്ത സമയത്ത് ഫോഴ്സ് 0 ആണ്. ഫൈനലി ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? kx ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന് പകരം നമ്മൾ സാധാരണ ഒരു കണ്ടീഷൻ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഇലോങ്ങേഷൻ എന്ന് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാത്തത്. അപ്പോൾ വർക്ക് ഡൺ W is equal to ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഇലോങ്ങേഷൻ. ആവറേജ് ഫോഴ്സ് 0 plus F divided by 2 into elongation. That is F is equal to kx into elongation x divided by 2. അങ്ങനെയാണ് half kx² കിട്ടുക. അല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്യും കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക. ഒരു സ്പ്രിങ്ങിനെ എക്സ് ഡിസ്റ്റൻസ് നമ്മൾ ഇലോങ്ങേറ്റ്, അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഇലാസ്റ്റിക് പറഞ്ഞ ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ F is equal to -kx, അത് പഠിച്ചു വെക്കുക. രണ്ടാമത്തത്, ഈ സ്പ്രിങ്ങിനെ എക്സ് ഡിസ്റ്റൻസ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്ക് ഡൺ W is equal to half kx². ഈ വർക്ക് ഡൺ ആണ് അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. therefore ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി is equal to kx² അല്ല half kx². മനസ്സിലാകുന്നുണ്ട്? ഞാൻ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പാർട്ട് ഞാൻ അങ്ങ് ഒഴിവാക്കി, അത് വേണ്ട, നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇൻ ദ കേസ് ഓഫ് എ സ്പ്രിംഗ് ഓർ ഇലാസ്റ്റിക് ബോഡി, the restoring force F is equal to -kx, important പഠിച്ചു വയ്ക്കുക. and work done in elongating an elastic body is equal to half kx². and this work done is stored as the energy. therefore energy stored in a spring or elastic body is equal to half kx². ഇത് പഠിച്ചു വയ്ക്കുക. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് ഇലോങ്ങേറ്റ് ചെയ്താൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി half kx² ആണ്. കെയുടെ വാല്യൂ അറിയാവുന്നുണ്ടെങ്കിൽ എനർജി കണ്ടുപിടിക്കാം. അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? റബ്ബർ ബാൻഡ് എടുത്തൊരു പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വിട്ടു കൊടുക്കുമ്പോൾ അത് പറന്നു പോകും. അവിടെ എന്താ ചെയ്യുന്നത്? ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഈ റബ്ബർ ബാൻഡിനകത്ത് half kx ഉള്ള എനർജി സ്റ്റോർ ചെയ്യും. നമ്മൾ വിടുമ്പോൾ half kx ഉള്ള എനർജി ഈ ഇരിക്കുന്ന പേപ്പറിന് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. അപ്പോൾ half kx² is equal to half mv². ഇത് തന്നെയാണ് റൈഫിളിനകത്തൊക്കെ നടക്കുന്നത്. വെടിവെക്കുന്നു, ഒരു നമ്മൾ ട്രിഗർ പിടിച്ച് വലിക്കുമ്പോൾ ഒരു സ്പ്രിങ് കംപ്രസ്ഡ് ആവും. അപ്പൊ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യും half kx². അത് നമ്മുടെ പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ബുള്ളറ്റ് ഇരിക്കുകയാണെങ്കിൽ ബുള്ളറ്റിന് അത് കൈനറ്റിക് എനർജി. therefore half kx² is equal to half mv². ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ പൊട്ടൻഷ്യൽ, അപ്പൊ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് എനർജി? ഇറ്റ് ഈസ് ദ എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കാൾഡ് എനർജി. ദ യൂണിറ്റ് ഓഫ് എനർജി ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി and its unit is equal to erg or joule. അവിടെയും പറയാം 10⁷ erg is equal to 1 joule. and different type of energy, ഏതൊക്കെയാണ്? kinetic energy and potential energy. what is kinetic energy? it is energy possessed by a body because of its motion. kinetic energy is mainly of two types, that is linear kinetic energy and rotational kinetic energy. linear kinetic energy is equal to half mv² and rotational kinetic energy is equal to half i⍵². ഇത് റൊട്ടേഷണൽ ഡൈനാമിക്സിനകത്ത് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പൊട്ടൻഷ്യൽ എനർജി, ഇറ്റ് ഈസ് എനർജി പൊസിഷൻ ബൈ എ ബോഡി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. ഒരു ബോഡിയുടെ പൊസിഷൻ കാരണം അവന് കിട്ടുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ -gm1m2 ഡിവൈഡഡ് ബൈ r. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ 1/4πε0 q1q2 ഡിവൈഡഡ് ബൈ r. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു p1 p2 ഡിവൈഡഡ് ബൈ r. ആൻഡ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, അത് വിശദമായിട്ട് ഇതും വിശദമായിട്ട് പഠിക്കുക. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ഓർക്കുക, when a spring is elongated through a distance x, then the restoring force F is equal to -kx. important. and when that spring is elongated through a distance x, then the work done is equal to half kx². this work done is stored as energy. therefore energy stored by the spring is equal to half kx². മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ പറയണം. കൊച്ചു പോയില്ല. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്?
രണ്ട് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? പിന്നെ നമുക്കൊരു വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം. അത് കഴിഞ്ഞ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്കുമായിട്ടുള്ള കാര്യങ്ങൾ തീരും. പിന്നെ നമ്മൾ നേരെ പവറിലേക്ക്, വർക്ക് എനർജി കഴിയും, പിന്നെ പവറിലേക്ക് കയറാം. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ദ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കൺസർവേറ്റീവ് ഫോഴ്സ് പറയുന്നതിന് മുമ്പ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. ഒരു ബോഡിയെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. എം മാസുള്ള ഒരു ബോഡിയെ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നു. ഈ ബോഡിയെ ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ വാട്ട് ഇസ് എ മിനിമം ഫോഴ്സ് റിക്വയർഡ്? ഇവന്റെ വെയിറ്റ് ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ആണെന്ന് കരുതുക. ഈ ബോഡിയെ നമ്മൾ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ 10നേക്കാൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അതിന്റെ അർത്ഥം 10.00001 കൊടുത്താൽ ബോഡി മുകളിലേക്ക് ഉയരും. ഇത്രയും ചെറിയ ഫോഴ്സ്, ഇതിനേക്കാൾ കൂടണമെന്ന് മാത്രം. 10.00001 എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു എത്ര തന്നെയാണ്? ഇറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 10. അതിന്റെ അർത്ഥം ഒരു ബോഡിയെ ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ മിനിമം ഫോഴ്സ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇവിടെ ബോഡിയുടെ വെയിറ്റ് mg ആണെങ്കിൽ ദ മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് ലിഫ്റ്റ് ദ ബോഡി ഈസ് ഈക്വൽ ടു എത്ര തന്നെയായിരിക്കും? mg തന്നെയായിരിക്കും. mgയേക്കാൾ ഒരല്പം കൂടുതൽ. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഞാൻ ആ ഫോഴ്സ് കൊടുത്തിട്ട് ഈ ബോഡിയെ മുകളിലേക്ക്, h ഹൈറ്റ് മുകളിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? Work done is equal to force into displacement. Here force is equal to mg and displacement is equal to h. Therefore work done is equal to mgh. അപ്പോൾ work done to lift a body through a height h is equal to mgh. ഇവിടെ ചെല്ലുമ്പോൾ അവൻ അത് എന്തായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് എ ബോഡി ത്രൂ എ ഹൈറ്റ് h? mgh. ആ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ, ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ഇവിടെ എത്തുമ്പോൾ ആ ബോഡി എന്തായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും? പൊട്ടൻഷ്യൽ. അപ്പൊ ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ബോഡിയെ ഞാൻ ഇങ്ങനെ ഉയർത്തി ഇവിടം വരെ കൊണ്ടുവന്നു. വാട്ട് ഈസ് എ വർക്ക് ഡൺ? mgh. ഇപ്പോൾ ഈ ബോഡിയുടെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh. ഞാൻ ചെയ്ത വർക്ക് ഡൺ അവൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വർക്ക് ഡൺ ടു ലിഫ്റ്റ് എ ബോഡി ഈസ് ഈക്വൽ ടു mg ത്രൂ എ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു mgh. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി വെൻ ദ ബോഡി ഈസ് അറ്റ് എ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു mgh തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ഒരു ഫോഴ്സ് ഫീൽഡിൽ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് കരുതുക. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എങ്കിൽ, ദ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്, then that field is called conservative field. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നോക്കുക. ഞാൻ ഇവിടെ നമുക്ക് എർത്താണ്, എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കുന്നു. എനിക്ക് ഈ ബോഡി h ഹൈറ്റ് മുകളിലേക്ക് എനിക്ക് കൊണ്ടുപോകും. ഞാൻ ഈ h ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ചെയ്ത വർക്ക് ഡൺ എത്രയാണ്? mgh. ഞാൻ ഇനി ഈ ബോഡി എടുത്ത് ഇങ്ങനെ 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 കൊണ്ടുപോയി, അവിടെയും വർക്ക് ഡൺ mgh തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ ബോഡി അത് ഇങ്ങനെ 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 കറക്കി 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 കൊണ്ടുപോയി, അവിടെ ചെയ്ത വർക്ക് ഡൺ mgh തന്നെയായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. 3 പാത്തിലൂടെ ഞാൻ ചെയ്ത വർക്ക് ഡൺ mgh തന്നെയാണ്. അപ്പൊ ഈ ബോഡി എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകാം, വർക്ക് ഡൺ mgh. ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു, mgh. ഇനി ഞാൻ ഇങ്ങനെ കറക്കി കൊണ്ടുവന്നു, അതും mgh തന്നെ. അപ്പൊ ഹൈറ്റിന് വ്യത്യാസമില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എല്ലാ കേസിലും സെയിം തന്നെയാണ്. ഇനി ഞാൻ ഈ ബോഡി ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ എന്ത് തന്നെയായിരിക്കും? mgh. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. Therefore ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇഫ് ദ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ആരൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. പഠിച്ചോണേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇച്ചിരി മുമ്പേ നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫോഴ്സ്, അതൊക്കെ നമ്മൾ അടുത്ത വർഷം പഠിക്കും. ഇലക്ട്രിക് ഫോഴ്സ്, അവിടെയും നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനനുസരിച്ച് മാറില്ല.
മാഗ്നറ്റിക് ഫോഴ്സ് ഇതും പാത്തിനനുസരിച്ച്. അപ്പൊ ഇവർ മൂന്നുപേരും കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. അപ്പൊ if the work done is independent of path, then that force field is called a conservative force field, or that force is called conservative force. Example, gravitational force, magnetic force, electric force. ഇവർ മൂന്നുപേരും കൺസർവേറ്റീവ് ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിലോ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ്. വർക്ക് ഡൺ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. ബാക്കിയല്ലാതെ തന്നെ ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. Then that is called non-conservative force. എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്ത് ഒരാൾ പറയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു കസേര അങ്ങോട്ട് നീക്കിയിടാൻ പറയുന്നു. ഞാൻ നീക്കിയിടുന്നു. ഞാൻ ഇതിനെ വലിച്ച് അതുവഴി ഇങ്ങനെ കറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നു. രണ്ടിടത്ത് ചെയ്യുന്ന വർക്ക് ഡൺ ഡിഫറൻ്റ് ആണ്. ഫ്രിക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ കൂടുതൽ ദൂരം. അപ്പൊ നമ്മൾക്കിപ്പോ ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് ഇരിക്കുക, ഇത് ഫ്രിക്ഷൻ ആണ്. ഇവിടെ ഒരു ചാക്ക് അരി ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നീക്കിയിടാൻ പറഞ്ഞാൽ ഞാൻ ഇതിനെ പിടിച്ച് നീക്കിയിടുന്നു. ഞാൻ ഇതിനെ ഇതുവഴി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ രണ്ടിടത്തും ചെയ്യുന്ന വർക്ക് ഡൺ ഡിഫറൻ്റ് ആണ്. ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കുഴഞ്ഞു പോയി ഇതുവഴി ഇങ്ങനെ തള്ളി ഇവിടെ കൊണ്ടുവന്നിട്ടാൽ കുഴഞ്ഞു പോകും. അതേസമയം ഇവനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്ന വർക്കും ഇങ്ങനെ കൊണ്ടുവരുന്ന വർക്കും ഒന്നും തന്നെയായിരിക്കും, വ്യത്യാസം വരില്ല. അതിനൊക്കെ പ്രൂഫുണ്ട്, നമുക്ക് പ്രൂഫിന്റെ ആവശ്യം. അപ്പൊ എന്തായാലും ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനനുസരിച്ച് മാറും. Therefore, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? നോൺ കൺസർവേറ്റീവ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ ലിക്വിഡിനകത്ത ഫ്രിക്ഷന് നമ്മൾ പറയുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ഇവർ രണ്ടുപേരും നോൺ കൺസർവേറ്റീവ് ആണ്. അപ്പൊ if the work done is independent of path, then that work done is called conservative force. Example, gravitational force, magnetic force, electric force. Work done depends on path, then that is called non-conservative force. An example ആണ് frictional force ഉം viscous force. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് നമുക്ക് കഴിയും. ഇനി അടുത്തത് വർക്ക് എനർജി തിയറം. ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പ്രൂഫ് ഉണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? വർക്ക് ഡൺ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ എനർജി അല്ല, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ വർക്ക് ഡൺ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദിസ് ഈസ് കാൾഡ് വർക്ക് എനർജി തിയറം. അപ്പൊ ചോദിക്കുക, ഇതിന് പ്രൂഫ് വല്ലതും ഉണ്ട്? ഇതിന്റെ പ്രൂഫ് എന്താണ്? അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പഠിച്ചു വയ്ക്കുക. വർക്ക് ഡൺ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതിന്റെ പ്രൂഫ് എന്താണ് നമുക്ക് പറയാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m ഈസ് മൂവിങ് ഇനിഷ്യലി വിത്ത് എ വെലോസിറ്റി u. ഇയാളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് f ഫോർ എ ടൈം t seconds, the velocity of the body is increased to v. During this time, the distance traveled is equal to s. അപ്പൊ ഇങ്ങനെ ഒരു ബോഡി മൂവ് ചെയ്ത് വരിക. അപ്പൊ ഞാൻ പെട്ടെന്ന് പിടിച്ച് വലിച്ചു, ഒരു ഫോഴ്സ് കൊടുത്തു. ടി സമയത്ത്, അപ്പൊ ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നു. ഞാൻ ഒരു ഫോഴ്സ് ടി സമയത്തേക്ക് കൊടുത്തപ്പോൾ ബോഡിയുടെ വെലോസിറ്റി യുവിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി? വിയിലേക്ക് മാറി. അത്രയും സമയം കൊണ്ട് അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എസ് ആണ്. അപ്പൊ എന്ത് പറയണം? കൺസിഡർ ബോഡി ഓഫ് മാസ് m is initially moving with a velocity u, constant velocity u. By the application of a force for a time of t seconds, the velocity of the body is increased to v, and during this time the distance traveled by the body is equal to s. അത്രയും സമയം കൊണ്ട് അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എസ് ആണ്. നമുക്ക് നോക്കാം, വാട്ട് ഈസ് എ വർക്ക് ഡൺ? വർക്ക് ഡൺ W is equal to force into displacement. ഫോഴ്സിന് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു m into a into s. വാട്ട് ഈസ് a? a is equal to m into v minus u divided by t into s. m into v minus u divided by t into s. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ആൾസോ വി നോ ദാറ്റ് ഒരു ബോഡി ഇവിടെ യൂണിഫോം ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം v square is equal to, v is equal to u plus at. കാരണം ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും ആക്സലറേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, v square is equal to u square plus 2as എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് v square minus u square is equal to 2as.
Therefore, S is equal to V square minus U square divided by 2A. നമ്മൾ ഇവിടെ A into S ന് പകരം എടുക്കുക. A into S എന്ന് എടുക്കുക. A into S is equal to V square minus U square divided by 2. എടുക്കുമ്പോൾ M into V square minus U square divided by 2. That is, it is equal to half M V square minus half M U square. That is called change in kinetic energy. That is, work done on the body is equal to change in kinetic energy. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഓർക്കുക. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കൺസിഡർ വർക്ക് എനർജി തരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വർക്ക് ഡൺ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കണം. ആൻഡ് എന്റെ പ്രൂഫ് പറയുമ്പോൾ എന്താണ്? കൺസിഡർ എ ബോഡി ഓഫ് മാസ് m is moving initially with a velocity u, constant velocity u. By the application of a force F for a time t seconds, the velocity of the body is changed to v, and during this time the distance traveled by the body is equal to s. Then what is the work done? Work done W is equal to F into S. But F is equal to ma into S. And we know that V square is equal to U square plus 2as for uniform acceleration. Therefore, V square minus U square is equal to 2as. Or A into S is equal to V square minus U square divided by 2. നമ്മൾ ഇവിടുത്തെ ASന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു M into V square minus U square divided by 2. That is equal to half M V square minus half M U square. That is, it is equal to change in kinetic energy. അപ്പോൾ ഒരു ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു ബോൾ ഇവിടെ ഇരിക്കുകയാണ്. ബോളിന്റെ മാസം ഞാൻ വന്ന ബോളിനകത്ത് കാലുകൊണ്ടൊരു കിക്ക് കൊടുക്കുന്നു. ബോഡി വി എ വെലോസിറ്റിയിൽ മൂവ് ചെയ്തു പോവുകയാണ്. ഞാൻ ചെയ്ത വർക്ക് ഡൺ എത്ര എന്ന് ചോദിച്ചാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒന്നും കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0, ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. Therefore, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അല്ലെങ്കിൽ ഒരാൾ എൻ്റെ നേരെ ഒരു കല്ലെടുത്തെറിയുകയാണ്. ആ കല്ല് വന്നപ്പോൾ ഞാൻ അവനെ അങ്ങ് പിടിച്ചു നിർത്തി. ഞാൻ ചെയ്ത വർക്ക് ഡൺ എത്രയാണ്? ഹാഫ് എം വി സ്ക്വയർ മൈനസ് 0. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഒരു ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പിടിച്ചങ്ങ് നിർത്തി. വാട്ട് ഈസ് വർക്ക് ഡൺ? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ, ഓർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത് ചേഞ്ച് ഇൻ ലീനിയർ കൈനറ്റിക് എനർജി ആകാം, ചേഞ്ച് ഇൻ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ആകാം, എന്ത് വേണോ. അപ്പൊ ഇതാണ് വർക്ക് ഡൺ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഇതാണ് ഓക്കെ. അപ്പൊ വർക്ക് എനർജി തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റുമായി പ്രൂഫായി. ഒരു കാര്യം കൂടി പഠിക്കുന്നതോടുകൂടി നമുക്ക് ഫസ്റ്റ് പാർട്ടൊക്കെ തരും. പിന്നെ കൊളിഷൻ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി? അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പ്രൂഫ് കൊണ്ട് നമുക്കിതിന്റെ കൺസർവേഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി എടുക്കാം. കാരണം വലിയ വലിയ വീഡിയോകളായി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തത് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എടുക്കാം.